Hello guys, welcome to another episode of Xcast. വൻ എനർജി ആണല്ലോ. ഇന്ന് ഫുൾ പവറിലാണ്. നമ്മളിപ്പോൾ പ്രീമിയർ ലീഗ് കഴിഞ്ഞു ഈ സീസണിൽ. എല്ലാ തവണയും പോയിന്റ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തെ സീസണിലൊക്കെ സെക്കൻഡാണ് പോയിന്റ് വെച്ചിട്ടാണ് ലിവർപൂൾ ഫസ്റ്റ് അടിച്ചേക്കുന്നത്. ഓ അല്ലേ? അതെ, സത്യം. പിന്നെ എല്ലാ തവണയും ആരാ സായസയുടെ കോച്ച് അപ്ഡേറ്റ് പറയുന്നത് തന്നെ നെക്സ്റ്റ് സീസൺ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സീസണും സെക്കൻഡ് ആയിട്ട് നിൽക്കാണ്. ഈ സീസൺ കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സീസണെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ നീ പറഞ്ഞാൽ പിന്നെ മയിലോട്ടെന്ന് പറഞ്ഞാൽ ക്ലോപ്പ് ഒരു 2-3 സീസൺ 90 പോയിന്റ് അടിച്ച് 94 പോയിന്റ് അടിച്ച് 98 പോയിന്റ് അടിച്ച് എന്നിട്ടും ഒരു ട്രോഫി അടിക്കാൻ വേണ്ടിയില്ല. കാരണം അപ്പുറത്ത് സിറ്റി അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് പോയിന്റ്സ് കത്തി നിന്നാണ്ടിരിക്കുന്നത്. ഈ സീസൺ ക്ലോപ്പ് പോണ് എന്താ പറയാ, ആർണി സ്ലോട്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ ഇല്ല ലിവർപൂളില്. സിറ്റിയുടെ വേഴ്സ്റ്റ് സീസൺ ഗോർഡിയോള കോച്ച് ചെയ്തതിന് ശേഷമുള്ള ആഴ്സണൽ ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുമെന്ന് വിചാരിച്ചപ്പോ എന്താ പറയാ, ബോട്ടിൽ ചെയ്തുകൊണ്ടേയിരിക്കണ്. ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തെ സീസണും സിറ്റി ലീഗ് അടിക്കാൻ കാരണം ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു അവർക്ക്. ഒന്ന് കെയിൽ വാക്ക്, ഒന്ന് വേറെ ആദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ആ 2 ക്ലിയറൻസിലാണ് കളി മാറി. കളി മാറി ഒന്നും ഉണ്ടായില്ല. ഇത് രണ്ടാളി മുന്നേ ഓൾറെഡി ചാമ്പ്യൻസ് ജയിച്ചു കഴിഞ്ഞ. പക്ഷേ സാധാരണ എന്താ പറയാ, എപ്പോഴും ഒരു 2 ബാറ്റിൽ ഫിനിഷ് ഉണ്ടാവും. വർഷങ്ങളിൽ നമുക്ക് കാണുന്നതിനിപ്പോ സിറ്റി ലിവർപൂളായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇത്തവണ അത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ലിവർപൂളിൽ എളുപ്പമായി. ആഴ്സണൽ ആ സ്ഥലത്തോട്ട് കയറി വരുന്ന പ്രതീക്ഷയെങ്കിലും ആഴ്സണൽ വന്നില്ല. ആഴ്സണൽ വന്നു, കളഞ്ഞു. പക്ഷേ ഒന്നും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞപ്പോ വേസ്റ്റ് സീസൺ ആഴ്സണലിനായി ഉണ്ടായിക്കൊണ്ടിരിക്കണ. ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. ടോട്ടൻഹാം വരെ കപ്പടിച്ചില്ലേ. ആഴ്സണൽ എപ്പോഴാണ് ലാസ്റ്റ് ഒരു കപ്പടിച്ച് ഒരു മേജർ ട്രോഫി? ആർട്ടേറ്റ വന്നിട്ട് അടിച്ചിട്ടില്ല. ഇല്ല. എന്തോരം ഫണ്ട് ഇറക്കി, എത്ര സൈനിങ്സ് നടത്തി. പക്ഷെ അതിനെപ്പറ്റി പറയാനോടായിരിക്കില്ല. പുള്ളിക്കാരൻ പറയാൻ എല്ലാ സൈനിങ്സും മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. റൈസ് വേണമെന്ന് പറഞ്ഞു, വന്ന്. കാലിഫോർണിയ വേണമെന്ന് പറഞ്ഞു, വന്ന്. ഇനി ഇപ്പൊ അടുത്ത സീസണിലോട്ട് കൈക്കുറച്ച് വരുമെന്ന് പറയാനുണ്ട്. ഇഞ്ചറി ഉണ്ട് പ്ലേയേഴ്സിന് അത്ര വലിയ. 1-2 പ്ലേയേഴ്സ് ഒക്കെ മാറി നിൽക്കണുള്ളൂ. എന്നിട്ടും എന്താ എടാ, സിമ്പിൾ ആയിട്ട് ഇത്രയും വർഷം കൊടുത്തിട്ടും പുള്ളിക്കാരൻ വി ബിലീവ് നെക്സ്റ്റ് സീസൺ എന്ന് പറയണല്ലാണ്ട് ആർണിസ്ലോട്ട് വന്ന് പണിയെടുത്ത് ട്രോഫിയും പൊക്കി. ഇതിൽ മേജർ എന്ന് പറയുന്നത് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് സെമീസ് എത്തി, റെയിലിനെ പൊട്ടിച്ച് സിറ്റിനെയും പൊട്ടിച്ച്. അതൊക്കെ ഇപ്പൊ അച്ചീവ്മെന്റ് ഇത്രയും കൊല്ലം നേടാത്തോണ്ട് മാറ്റം എന്നാണ് അഭിപ്രായം. എന്റെ 100% വിലയിരുത്തൽ മാറ്റണമെന്ന് തന്നെയാണ്. എത്ര സീസണായി? ഓക്കെ, ഇപ്പൊ ടോട്ടൽ അക്യുമുലേറ്റീവ് പോയിന്റ്സ് ഇത്ര ലാസ്റ്റ് വർഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആഴ്സണൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തേക്കണ. പക്ഷെ ട്രോഫിയാ, എൻഡ് ഓഫ് ദി ഡേ ട്രോഫി അല്ലേ മാറ്റേഴ്സ് ആണ്. അത്രേ ഉള്ളൂ. ഇപ്പോ യുണൈറ്റഡ് ചെയ്യണതും ആഴ്സണൽ ചെയ്യണതും രണ്ട് പ്ലാൻസ് ആണെന്ന് വിചാരിക്കുക. യുണൈറ്റഡ് കോച്ച് ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടെങ്കിൽ നിർത്തും, അല്ലെങ്കിൽ തട്ടിക്കളയുന്നുണ്ട് സ്പോട്ടിൽ തന്നെ. ഇത് ആഴ്സണൽ റിസൾട്ട് ഇല്ലാണ്ട് പിടിച്ചുകൊണ്ടിരിക്കണല്ലേ. ടെൻ ഹാഗ് വന്ന് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഫുട്ബോളായിരുന്നു, ഇഷ്ടമില്ലാത്ത കോച്ചായിരുന്നു. ട്രോഫി നേടി, അതേപോലെ പറഞ്ഞു വിട്ട്. അതേസമയം ഇവിടെ എന്തിന് റൂബൻ അമോറ യുണൈറ്റഡിന്റെ 1 ഓഫ് ദി വേഴ്സ്റ്റ് സീസൺ യൂറോപ്പ ലീഗ് ഫൈനലിൽ എത്തിച്ചില്ലേ. തച്ചിയും മുട്ടിയായിക്കോട്ടെ എങ്ങനെയെങ്കിലും. കളിക്കണില്ലാന്ന് പറയാൻ പറ്റുമോ? കളിക്കുന്നുണ്ട്, ആഴ്സണൽ കളിക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ, അതുകൊണ്ട് സാക്ക് ചെയ്യാനും പറ്റില്ല. പ്ലെയർ പക്ഷേ കളിക്കണുണ്ട്. ടോട്ടൻഹാമിന്റെ കോച്ച് എടുക്ക്. പുള്ളിക്കാരൻ പറഞ്ഞു മൈ സെക്കൻഡ് സീസൺ ആയി ഓൾവേസ് വിന്നുന്നത്. പുള്ളി ജയിച്ച്. ആർട്ടേറ്റ ഡയലോഗ് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇനി ഇതിലൊരു മാറ്റം വേണ്ട. അതൊക്കെ മുന്നേ ഉള്ള ആഴ്സണൽ എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ആഴ്സണൽ ബിൽഡ് ചെയ്ത ആഴ്സണൽ ഉണ്ടായിരുന്നു. ഇപ്പം പറയുമ്പോ ഹിസ്റ്ററിയിലേക്ക് പോകും. അതിപ്പോ യുണൈറ്റഡിന്റെ ഫെർഗസൺ പോലെ തന്നെ. ഇപ്പൊ ആഴ്സണൽ കപ്പില്ലാന്ന് പറഞ്ഞപ്പോ ഒന്ന് 17 കൊല്ലത്തിന് ശേഷം ടോട്ടൻഹാം കപ്പടിച്ച്, 51 കൊല്ലത്തിന് ശേഷം ന്യൂ കാസിൽ കപ്പടിച്ച്, 70 കൊല്ലത്തിന് ശേഷം 51 മറ്റേ ബൊളോഗ്ന. പിന്നെ 120 വർഷത്തിന് ശേഷം ക്രിസ്റ്റൽ പാലസ് കപ്പടിച്ച്. ആഴ്സണൽ കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്, FA കപ്പ്. ഇത്രയും വലിയ ടീം. അതാണ് ന്യൂ കാസിൽ ആ ബിൽഡ് ഓവർ വന്നതിന് ശേഷം, സൗദി ടേക്ക് ഓവറിന് ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്, ട്രോഫി അടിക്കുന്നുണ്ട്. ആഴ്സണൽ എവിടെ? ആഴ്സണൽ ഇതിലൊന്നിലും ഇല്ല. ആഴ്സണൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ടഫ് കോമ്പറ്റീഷൻ ടഫാണ്. ടഫ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കട്ടെ, കപ്പടിച്ചത് ലിവർപൂളാണ്. പക്ഷെ
പ്രീമിയർ ലീഗ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ മൊത്തം ടീം ഏതായി? ന്യൂ കാസിലും നോട്ടിംഗ്ഹാം. എൻ്റെ ഒരു ഇതില് നിന്റെ ഇതിലാ അതിന് നോട്ടിംഗ്ഹാം. രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ നോട്ടിംഗ്ഹാമിൽ കുറച്ചും മുമ്പിൽ. കാരണം ന്യൂക്കാസിൽ പണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ പ്ലേയേഴ്സ്. നോട്ടിംഗ്ഹാം കഴിഞ്ഞ തവണ ന്യൂനോ സാന്റോസ് കോച്ചായിട്ട് എടുക്കുന്ന സമയം ഡൗൺ ആയിരുന്നു. നോട്ടിംഗ്ഹാം മറ്റേ പ്രീമിയർ ലീഗ് സെക്കൻഡ് സോണിൽ നിന്ന് വന്ന് ഫസ്റ്റ് സീസണിലോട്ട് വന്നപ്പോൾ 11-13 പ്ലേയേഴ്സോളം സൈൻ ചെയ്ത് ഒരു പുതിയ സ്കൂഡിനാക്കിയെടുത്ത്. എന്നിട്ട് ആ കോച്ചിനെ സാക്കിയത് പുതിയ കോച്ച് വന്ന് ഓർമ്മയുണ്ട്. ആ ഒരു പുതിയ കോച്ച് അതാണ്. അപ്പോ ആ ഒരു കോച്ച് വന്ന് സെക്കൻഡ് സീസൺ ആക്കിയപ്പോ ആക്ച്വലി ഇവർ തേർഡ് ഹാഫ് ഫോർത്ത് ഹാഫ് ഫിനിഷ് ചെയ്യേണ്ടവരാണ് ന്യൂക്കാസില്, അല്ല നോട്ടിംഗ്ഹാം. ലാസ്റ്റ് ആയപ്പോ ആ ഫോം ഡിപ്പായതുകൊണ്ടാണ്. ഒരു സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ഇല്ല, ആരുമില്ല. പക്ഷെ എന്നിട്ടും എന്താ അവര് കൊടുത്ത് കളിക്കുന്ന ഫുട്ബോൾ ആണെങ്കിൽ അത്ര അടിപൊളി ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാവരും മറ്റേ സീസൺ തുടങ്ങിയ സമയം റെലിഗേറ്റ് ആവുന്ന പറഞ്ഞ ടീമിലൊരു ടീമായിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. പക്ഷെ അവരായില്ല, അവർ ടോപ്പ് 6 നോട്ടിംഗത്തിനെ ന്യൂക്കാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് ടീം ന്യൂക്കാസിൽ തന്നെയാണ്. കാരണം കുറച്ചും കൂടി ബിഗ് പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാം വെച്ച് നോക്കുമ്പോൾ കാസിൽ തന്നെ എന്നൊക്കെ കയറി ഇത്രയും പെർഫോമൻസ് ആരും എക്സ്പെക്ട് ചെയ്ത് കാണുന്നു. പണ്ടത്തെ ലെസ്റ്റർ വൈബ്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ 5 ടീം കയറി, 5 6 ടോട്ടൻഹാമിനെയും കൂടി ഉൾപ്പെടെ 6 ടീം. യൂറോപ്പ ലീഗ് 2 ടീമുണ്ട്. ക്രിസ്റ്റൽ പാലസ് ഉണ്ട്, ആസ്റ്റൺ വില്ല ഉണ്ട്, നോട്ടിംഗ്ഹാം ഉണ്ട്. 3 ടീമുണ്ട്. നാളത്തെ ഫൈനൽ ചെൽസി വെച്ച് കഴിഞ്ഞാൽ ചെൽസിയും കയറും, യൂറോപ്പിൽ കയറും. ഇല്ലാത്ത യുണൈറ്റഡ് മാത്രം ഇപ്പോൾ യുണൈറ്റഡിന് ഷാബും കൂടി നീ എന്ന് പറഞ്ഞു. ഈ മെത്ത് അത്രയും ഹീറ്റ് ചെയ്ത് യുണൈറ്റഡിന്റെ മൊമെന്റ് നീ തന്നെ പറഞ്ഞു. യുണൈറ്റഡിൽ നിന്ന് ഇറങ്ങിയ പ്ലേയേഴ്സ് എല്ലാം ഇപ്പൊ പച്ചയടിച്ച് ഓരോരുത്തർ കപ്പടിച്ച് ഗോൾസ് അടിക്കണം. വിക്ടോമിനെ ലാസ്റ്റ് നെപ്പോളിക്ക് ബൈസിക്കിൾ ഗോൾ അടിച്ച്. എടാ ഞാൻ പറയാം അയാൾക്കെ പോലത്തെ ഗോളൊക്കെ അടിച്ചിടുന്നത്. എടാ ബൈസിക്കിൾ കിക്ക്. അവൻ പറയട്ടെ, അതിലെ കോച്ച് പോയ ശേഷം പിള്ളേർക്ക് മാറ്റങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ടെൻഹാഗ് ഫസ്റ്റ് സീസൺ വന്ന് അത്യാവശ്യം റൊണാൾഡോനെ പുറത്താക്കി, ബാക്കിയുള്ളവരെയൊക്കെ പുറത്താക്കി. പുള്ളിക്കാരൻ്റെ അണ്ടറിൽ ടീം, പുള്ളിക്കാരൻ്റെ ഒരു ആധിപത്യത്തിലുള്ള ടീം സ്ഥാപിച്ചെടുത്ത്. ഫസ്റ്റ് സീസൺ കുഴപ്പമില്ലാത്ത നല്ല ഫുട്ബോളായിരുന്നു. സെക്കൻഡ് സീസണിലോട്ട് വന്നപ്പോൾ പുള്ളിക്കാരൻ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്ന എല്ലാവർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് വേണ്ട പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കൊടുത്ത്. പക്ഷേ ഈ സൈൻ ചെയ്ത പ്ലേയേഴ്സ് അത്ര പ്രൂവൺ പ്ലേയേഴ്സ് ഒന്നും ആയിരുന്നില്ല, എന്നിട്ട് സൈൻ ചെയ്ത് കൊടുത്ത്. പക്ഷേ എല്ലാ പ്ലേയേഴ്സും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. എവിടെ കളിപ്പിക്കണം, എങ്ങനെ ആക്കണം, റിസൾട്ട്സ് ഫുൾ ഫ്ലോപ്പ് ആയിക്കൊണ്ടേയിരിക്കണേയിരുന്നു. കാരണം ഈ പ്ലേയേഴ്സിന് അവർ കളിച്ച ലീഗ് പോലെയല്ല പ്രീമിയർ ലീഗ് ഫാസ്റ്റാണ്, ഫിസിക്കലാണ്. അപ്പോൾ അവർക്ക് അതനുസരിച്ച് നിൽക്കാൻ പറ്റണില്ല. ഓബിയസ്ലി പൊട്ടിപ്പൊളിഞ്ഞു പോയി. പിന്നെ ടെൻഹാഗിനെ സംബന്ധിച്ച് ഈഗോയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഈഗോയിസ്റ്റിക് മാനേജറിനെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. പുള്ളി കാരണം സാൻജു ഇരുന്ന്, ആന്റണി പുള്ളിയുടെ മോനെ പോലെ ഇരുന്ന്. പുള്ളിക്കാരൻ്റെ കരിയർ പോയി. മെക്ടോമിനിയൊക്കെ ബെഞ്ചിലെത്താൻ തുടങ്ങി. കുറേ പ്ലേയേഴ്സ് അങ്ങനെ പോയി. മാർഷൽ ആയിക്കോട്ടെ, ലിൻഡലോഫ് ആയിക്കോട്ടെ, ഇങ്ങനെ എത്രയോ എടാ അതാ പറയാ, കുറേ പ്ലേയേഴ്സ് പോയി. ഈ പോയ പ്ലേയേഴ്സ് എല്ലാവരും എടുത്തു. മെയിനായിട്ട് സ്കോട്ട് മക്ടോമിനെ സിരിയായ പ്ലെയർ ഓഫ് ദ സീസൺ. ഓരോ പൊസിഷനിൽ പിടിക്കാം. ഒരു ടീ ബാക്ക് ഓക്കെ ബാക്കിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഡിഹിയ ലോകം കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സിനെ എടുത്തിട്ട് പകരം ആന്ത്രേ ഒനാന പറഞ്ഞ ഇത്രയൊക്കെ ഒരു മണ്ടൻ ഗോൾ കീപ്പറിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ലിറ്ററലി യുണൈറ്റഡ് ഇന്ന് പ്രീമിയർ ലീഗിൽ 15 നിൽക്കാനുള്ള ഏക കാരണം ഒനാനയാണ്. ഒനാന അത്രയ്ക്ക് മിസ്റ്റേക്സ് ആണ് ഇതിനുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സംഭവം ഉണ്ടായി. കസമീർ ഒരു ഫൈനൽ തോറ്റിട്ടില്ല, ഒനാന കളിച്ച എല്ലാ ഫൈനലും തോറ്റിട്ടുണ്ടത്. എനിക്ക് ഉറപ്പായിരുന്നു കസമീർ ആദ്യമായിട്ട് വിട്ടുവെന്ന്. കാരണം അപ്പോഴും മിസ്റ്റേക്ക് യുണൈറ്റഡിന്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല, അത് ടോട്ടൻഹാം അടിച്ചിട്ട ഗോളല്ല, ഒനാനയുടെ മിസ്റ്റേക്ക് കീറിയ ഗോളാണ്. എന്നിട്ടും ആ ഫൈനലിനിടയിൽ ഒനാന ഒച്ചപ്പാടുണ്ടാക്കുന്ന കസമീരോട്ട് ബാക്കിയുള്ളവരെടുത്ത്. എനിക്കത് കണ്ടപ്പോ ഇപ്പൊ ഞാൻ ആരാണ് എന്താണെന്നുള്ള വിചാരമാണ്. അവന് ചിന്തിക്കുക കസമീർ അത്ര വലിയ പ്ലെയർ ആണെന്ന്. അതുപോലും ഇല്ല. എന്താ പറയാ, സ്വർണം കളഞ്ഞിട്ട് ആൾക്കാർ ഡയമണ്ട് മേടിക്കുമെന്ന് പറയൂലേ, പക്ഷെ ഇത് സ്വർണ്ണ പേപ്പർ പകരം മറ്റേ ഫോയിൽ പേപ്പർ മേടിച്ചു വെച്ച അവസ്ഥയിൽ പോയി. ഒനാനെ കൊടുത്തിട്ട് ഞാൻ സോമറിനെ മേടിച്ച് അതിന് ആദായമുണ്ട്. അത് 55 മില്യണോളം. എടാ ഒനാനെ കൊടുത്തത് 50 മില്യൺ 55 മില്യൺ. ഒനാനെ സൈൻ ചെയ്ത് 5 മില്യൺ സോമറിനെ സൈൻ ചെയ്ത് 5 മില്യൺ. എന്നിട്ട് ഡിഹിയാണെങ്കിൽ ഈ സീസൺ ഫ്ലോറന്റീനയില് ഒടുക്കത്തെ ഫോമില് ഒരു കളി ഉണ്ട്.
ഒരു ടീം എടുക്കാണ്ടിരുന്ന എന്നിട്ട് പിന്നെ ഇനി അപ്പോ ഗോളിയുടെ വിഷയം അവിടെ വെച്ച് വിടാം. ഇനി ഡിഫൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലെയറിന് ഇത്രേ കഥ പറയാണ്ട്. ഡിഫൻസിലോട്ട് വന്നപ്പോ ഹാരി മഗ്വയറിനെ ഇല്ലാണ്ടായി വിറപ്പിച്ച ആകെ. പക്ഷെ ഇപ്പൊ യുണൈറ്റഡ് ടീം എടുത്ത ബെസ്റ്റ് പ്ലെയർ ഹാരി മഗ്വയർ ആണ്. ഒരു കോച്ചിന് ഒരു വിശ്വാസം കൊടുത്ത് പ്ലെയറിനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ കസമേറോ ആണെങ്കിട്ടാണ് അങ്ങനെ വൻ ഷോ പോയിരുന്നു. റൂബൻ അമരത്തിന്റെ കീഴിൽ കളിക്കുമ്പോൾ എന്ത് പാഷനോടുകൂടി കളിക്കണെന്ന് അറിയാം ചെറുക്കൻ. പിന്നെ ഇയാൾക്ക് ഈ പറഞ്ഞ ലിസാൻഡ്രോ മാർട്ടീനസും എന്താ പറയാ ടൈറൽ മെലാസിയും മാർട്ടീനസ് കളിക്കുന്നുണ്ടായി, ഡിലൈറ്റും കളിക്കുന്നുണ്ടായി, പക്ഷെ വന്നില്ല. പിന്നെ അമോറും വന്ന പിന്നെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ന്യൂറോ ഒക്കെ ചെറുപ്പം പയ്യനാണ്, കളിക്കുന്നുണ്ട്, പക്ഷെ ഈ മെലാസി ഒന്നും കളിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ അമഡിയാളോ ടെൻഹാഗുള്ള സമയം ഒരു ചാൻസ് പോലും കിട്ടാത്ത പ്ലെയറാ. അവനൊക്കെ പൊങ്ങി വന്നു. ഇപ്പൊ വൻ കലക്കം കളിക്കാരനായി. സംഭവം റാഷ്ഫോർഡ് പോയി, ആന്റണി പോയി, പക്ഷെ എന്നാലും പിള്ളേര് കോബി മൈനോ ആണെങ്കിലും മിഡ് എടുത്തു കഴിഞ്ഞാൽ ഉഗാട്ടേനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഉഗാട്ടൊന്നും അത്ര കളി കളിച്ചിട്ടില്ല. ഇതൊക്കെ പുള്ളിക്കാരെ കൊണ്ടുവന്ന പ്ലെയറാ. അപ്പോ ഇപ്പോ എന്താ പറയുക, യുണൈറ്റഡിന് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ യുണൈറ്റഡ് കളിച്ചാറ് ടാക്ടിക്സിലല്ല റൂബൻ അമോറം കളിപ്പിക്കുന്നത്. വിങ് ബാക്സിന് ഇമ്പോർട്ട് കൊടുത്ത് ഈ പറഞ്ഞതുപോലെ ആ ഫോർവേഡിലോട്ട് പുഷ് ചെയ്ത് കളിപ്പിക്കുന്ന ഒരു കളിയാണ് CB വെച്ച് കളിക്കും. അപ്പോൾ പുള്ളിക്കാരന് കിട്ടേണ്ട പ്ലേയേഴ്സിന് ആ പൊസിഷനിൽ കിട്ടിയാലേ ഫോർമേഷൻ വർക്ക് ആവുള്ളൂ. അത് യുണൈറ്റഡിന് ഇപ്പോൾ വിശ്വാസമുണ്ട്, ഫാൻസിന് വിശ്വാസമുണ്ട്. ഉള്ള പ്ലേയേഴ്സിനെ ഡംപ് ചെയ്യുക, കൊടുക്കുക, പിന്നെ ഓവർ ബഡ്ജറ്റ് അല്ലാണ്ട് മിനിമം ബഡ്ജറ്റിൽ പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് എന്താ പറയുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ സീസണാ റൂബൻ അമോറം യുണൈറ്റഡ് ഇതുവരെ ചെയ്തതിൽ ഫെർഗുസന് ശേഷം യുണൈറ്റഡിനെ സക്സസ് ആക്കാൻ പോണ കോച്ച് റൂബൻ അമോറം ആയിരിക്കും. പക്ഷേ ആർട്ടറ്റയ്ക്ക് കൊടുത്തത്രയും ടൈം കൊടുക്കണം. മിനിമം ഒരു 3 സീസൺ സെറ്റ് ആവാൻ എടുക്കും. പക്ഷേ ആർസണൽ ട്രോഫി അടിക്കുന്നതിനേക്കാളും മുമ്പ് യുണൈറ്റഡ് ട്രോഫി അടിക്കും. ഏത് ഡ്രസ് പ്രീമിയർ ഏതെങ്കിലും ഒരു ട്രോഫി അടിക്കും, ഏതെങ്കിലും ഒരു ട്രോഫി അടിക്കും, അത് ഞാൻ ഉറപ്പ് തരാം. അപ്പൊ അടുത്ത പ്രാവശ്യം അടിക്കാനാകെ ഇത് മാത്രമേ ഉള്ളൂ, പ്രീമിയർ ലീഗ് മാത്രമേ ഉള്ളൂ. പ്രീമിയർ ലീഗ് ഉണ്ട്, FA കപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഷീൽഡ് ഉണ്ട്, കാർബാവോ കപ്പ് ഉണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചോളാടാ. ഓക്കെ, അല്ല അതല്ല, പ്രീ സീസണിലും മറ്റേ ഇതുവരില്ലേ ഓഡി കപ്പ് ഉണ്ട്, ഇതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ല ഫോർവേഡിനെ ഒറ്റ സൈൻ ചെയ്തിട്ടുണ്ട്, മാത്യൂസ് ട്യൂണ. കാരണം ഹോയ്ലൻഡ് എടുത്തോ സിറക്സി എടുത്തോ, ഉമാർക്കാണോട് ഉമാർ എന്താ കാണിക്കുന്നത്. പോകാൻ ചാൻസ് ഉണ്ട് ഈ സീസൺ. ഹോയ്ലൻഡ് എന്താ കാണിക്കുന്നത്? ഈ പറഞ്ഞ ഹോയ്ലൻഡ് അറ്റ്ലാന്റേ കളിച്ചതാ, സിറക്സി അറ്റ്ലാന്റേ കളിച്ചതാ. ഉമാർ രണ്ടുപേരും പ്രീമിയർ ലീഗ് വന്നിട്ട് അട്ടർ ഫ്ലോപ്പാ. യുണൈറ്റഡിന് സെന്റർ ഫോർവേഡ് പൊസിഷൻ ഇല്ല. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേ മേക്കേഴ്സ് ഉണ്ട് ആ ടീമിൽ, ബ്രൂണോ ഫെർണാണ്ടസ്. പുള്ളിക്ക് ഇട്ട് കൊടുത്തിട്ട് അടിക്കാനായിട്ട് ആളില്ല. ഇടാനും അടിക്കാനും ബ്രൂണോന് പറ്റൂലല്ലോ. ആ ഒരു വിഷയമുണ്ട്. ഇപ്പൊ യുണൈറ്റഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് ഇനിയിപ്പോ ഡിഫൻസിൽ വേറൊരു പേരെ പോയത് നെക്സ്റ്റ് വേറെ ഡിഫൻസിൽ ഇപ്പൊ എൻ്റെ ഇതില് വാംബിസാക്ക പോയി, അവിടെ ഡാലറ്റും ഈ പറഞ്ഞതുപോലെ മൊറിസോയും പോയി വന്ന്. അത് എനിക്ക് ഒന്നും പറയാനില്ല, കാരണം വാംബിസാക്ക ഡിഫൻസീവ്ലി വൈസ് ഗുഡ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ 2 റൈറ്റ് ബാക്സും ഓക്കെയാണ്, കുറ്റം പറയാനില്ല. പക്ഷേ ആകെ ക്രോസ് ചെയ്യാൻ മാത്രം അറിയില്ല എന്നുള്ള ഒരു സെറ്റ് ബാക്ക് ഉള്ളൂ. ഡിഫൻസീവ്ലി വാംബിസാക്ക സോളിഡ് ആണ്. പക്ഷേ മസ്റോയി എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടുള്ള നല്ലൊരു സൈനിങ് യുണൈറ്റഡ് നടത്തിയില്ല, നടത്തിയിൽ ഒരു നല്ല സൈനിങ് അതാ. പിന്നെ ഡിലേറ്റ് ഒക്കെ സെറ്റ് ആയി വന്നാൽ ചിലപ്പോൾ സെറ്റ് ആയിരിക്കും. ഡിലേറ്റ് പറഞ്ഞ പോലെ മാർട്ടിനസ് ആണെങ്കിലും ന്യൂറോ ആണെങ്കിലും മഗ്വറ മാറ്റാനേ പറ്റൂല. ഇനി മഗ്വറ മാതിരി കളി കളിക്കണ ആദ്യം പറഞ്ഞാൽ ഞാൻ ഫൈനലിൽ വിചാരിച്ച കേസ് എന്ന് പറഞ്ഞാൽ റൂബൻ അമോറം അങ്ങനെ ചെയ്യണമായിരുന്നു. ഹോലൻഡിനെയും സെലക്ഷനിമാരുടെ മഗ്വറിനെ പിടിച്ച് CF ഇടണമായിരുന്നു. മഗ്വറ എങ്ങനെയെങ്കിലും അടിച്ചിട്ടേനെ. ഇനിയിപ്പോ ഒരു മിഡ്ഫീൽഡർ വരുന്നുണ്ട് യുണൈറ്റഡിൽ പോയിട്ട്, ഒരു പ്ലെയർ ഓഫ് ദ സീസൺ ആയിരിക്കണം പ്ലെയർ. ആരാ മത്തോമിനെ. അത് ഞാൻ പറഞ്ഞതിനല്ല, നമ്മളിപ്പോ മിഡ്ഫീൽഡിലേക്ക് വന്നല്ലേ ഉള്ളൂ. എല്ലാം മൊത്തത്തിൽ പറഞ്ഞതിനപ്പോ ഞാൻ പറഞ്ഞല്ല. മെക്ടോമിനി പറഞ്ഞ ഒരു പ്ലെയർ ഓഫ് ദ സീസൺ ആയിരുന്നു ശരിയായിട്ട്. ടസ്റ്റിംഗ് പിടിച്ച് പോയില്ലേ. ഇപ്പൊ ഫോർവേഡ് പോയി, മിഡ് ഡിഫൻസ് ഫോർവേഡ് പോയല്ല. ഓരോരുത്തർ മെക്ടോമിനിയുടെ കേസ് ഞാൻ പറഞ്ഞില്ല, പൊട്ടായി പറഞ്ഞതുപോലെ. അപ്പോ ഇപ്പൊ പോയ പ്ലേഴ്സിന്റെ കേസ് ആണെങ്കിൽ റാഷ്ഫോർഡ് ആർസണലിലെ കളക്കം കളിയാ, ആന്റണി ഫോം ഓഫ് ഹിസ് ലൈഫ്. പിന്നെ ആരായി പറഞ്ഞതുപോലെ സാൻജോ ചെൽസി കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. ഇലാങ്ക എന്റെ പൊന്നോ, ഇലാങ്ക ഇമാതിരി കളി പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല. ഉള്ള ബാക്കിയുള്ള വാഴകളാണ് ഇപ്പൊ യുണൈറ്റഡിൽ. പിന്നെ മെയിൻ നീ പറഞ്ഞ പ്ലെയർ ഓഫ് ദ സീസൺ, നെപ്പോളി കപ്പടിക്കാനുള്ള മെയിൻ റീസൺ സ്കോട്ട് മക്ടോമിനെ. അതും ഒരു അറ്റാക്കിംഗ് റോൾ കൊടുത്തിട്ടാണ്. എന്തോ ക്ലബിന് ശാപം പിടിച്ച പോലെ എനിക്ക് തോന്നണം, എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ. ടീമിന്ന് പോയി രക്ഷപ്പെട്ടു. യുണൈറ്റഡിനെ പറഞ്ഞുകൊണ്ടിരുന്ന കുറ്റങ്ങളേ ഉള്ളൂ. ഇനി ഒരു ടോപ്പിക്ക് ചോദിക്കാന്നുണ്ടല്ല, നമ്മള് ഈ സീസൺ തോൽക്കണേക്കാൾ മുമ്പ് പ്രഡിക്റ്റ് ചെയ്തിട്ട് നീ ഒരു കാര്യം പ്രിഡിക്റ്റ് ചെയ്തത്
ഈ സീസൺ തീരുമ്പോ സല വാൻഡേക്ക് പോകുന്നില്ലായിരുന്നു ആ ആ അത് രണ്ടുപേരും പോണില്ല. പോണില്ല. ബെസ്റ്റ് 11 എടുക്കുകയാണെങ്കിൽ സല ഓൾറെഡി ഉണ്ട്, വാൻഡേക്ക് സീസണിലുണ്ട്. അപ്പൊ ആ പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓബിയസ്ലി ഞാൻ പറഞ്ഞത് സല സൗദി ലീഗിലോട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഗിലോട്ടാ പോകുന്നേരം. കാരണം കോൺട്രാക്ട് തീർന്നെയാണ്, ഇത്ര വയസ്സായി, പിന്നെ സലക്ക് ഇത്രയും വലിയ കോൺട്രാക്ട് ലിവർപൂൾ കൊടുക്കും എന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ലിവർപൂളിൽ, കാരണം ലിവർപൂൾ കണ്ട ജെറാർഡിന് ശേഷം കണ്ട ബിഗ്ഗസ്റ്റ് ലെജൻഡായിട്ട് ലിവർപൂളും പ്രീമിയർ ലീഗും സലേനെ കാണുന്നത്. അതിനുള്ള കളി സല കളിച്ചിട്ടുണ്ട്, ഡിസേർവിംഗും ആണ്. സോ ഓബിയസ്ലി പുതിയ കോൺട്രാക്ട് കൊടുത്ത്, കാരണം വേറെ സേഫ് ഓപ്ഷൻ ഇല്ല സല നോക്കുമ്പോഴും. റയലിൽ പോകാൻ പറ്റൂല, ബാഴ്സയിൽ പോകാൻ പറ്റൂല. കാരണം ലിവർപൂളിനെ കാരണം വലിയ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രീമിയർ ലീഗിൽ സിറ്റി മാത്രമുള്ള ലിവർപൂളിനൊപ്പം നിൽക്കുന്ന ഒരു ക്ലബ്ബ്. ആ ഒരു ലെവലിൽ സിറ്റിയിലോട്ട് ഒരിക്കലും പോകാൻ പറ്റൂല. ബുണ്ടസ്ലീഗ എടുത്തു കഴിഞ്ഞാലും ബയണിലോട്ട് ഇല്ല. അപ്പൊ സ്ഥല നോക്കുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ലിവർപൂൾ ചെയ്യണേ ഇരിക്കും. പിന്നുള്ള സൗദി ക്ലബ്ബാണ് ലിവർ. സ്ഥലക്ക് ഇപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ സൗദി പോവാ. സോ ഒരു നല്ല ഡിസിഷൻ. വാൻഡേക്കിന്റെ കേസ് എടുത്താൽ വാൻഡേക്കിന് റെയിലിൽ നിന്ന് ഒരു ഓഫർ വന്നെന്ന് പറയാനുണ്ട്. റെയിലിൽ നിന്ന് ഓഫർ എന്ന് പറഞ്ഞാൽ വാൻഡേക്ക് അങ്ങോട്ട് ഓഫർ ചെയ്തെന്ന്, റെയിൽ റിജക്ട് ചെയ്തെന്നാ പറയണത്. അതൊക്കെ വെറുതെ ഫേക്ക് ആയിരിക്കും ചിലപ്പോ, എന്തോ ആവട്ടെ. പക്ഷെ ഈ സലയുടെ കേസ് പറഞ്ഞത് തന്നെ വാൻഡേക്കിന്റെ കേസും. വാൻഡേക്കിന് ക്ലബ് ക്യാപ്റ്റനാണ്, എവിടെയും കിട്ടാത്ത റെസ്പെക്ട് കിട്ടുന്നുണ്ട്. എന്തിന് ലീവ് ചെയ്യണം? ഫസ്റ്റ് ഡച്ച് ക്യാപ്റ്റൻ ടു ലിഫ്റ്റ് പ്രീമിയർ ലീഗ് ട്രോഫി. യെസ്. സോ ഇതിനും പറഞ്ഞ ടച്ച് ക്യാപ്റ്റൻ ആയിട്ടല്ലേ ഫസ്റ്റ് ഒരു ക്യാപ്റ്റൻ, ഇതൊരു ഡച്ച് ക്യാപ്റ്റൻ പ്രീമിയർ ലീഗ് ട്രോഫി പൊക്കിയിട്ടില്ല. കിട്ടില്ലാവും. സോ അത് തന്നെ റീസൺസ്. പോയില്ല. പക്ഷെ അർണോൾഡ് പോയി. അർണോൾഡ് പോകുന്നില്ല, അത് ഉറപ്പായിരുന്നു. അത് ഓൾറെഡി മിഡ് സീസൺ ആയപ്പോ ഓർബിച്ചാണ് ചെയ്തു. 1-2 കൊല്ലം മുമ്പിൽ ഇത് ഉണ്ട്. റെയിൽ എപ്പോഴും ഇത്ര കൊല്ലം മുമ്പ് ഒരു പ്ലെയർ നോക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ലോക്ക് ചെയ്യും. എംബാപ്പെ തന്നെ ഉണ്ട്. ഞാനിപ്പോ ഇപ്പൊ അടുത്ത പ്ലെയർ സലീബിനെ നോക്കിയിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആശിക്കുക? മിസ് ചെയ്തിട്ടുണ്ടോ ബെസ്റ്റ് 11 പോണേക്കാൻ മുമ്പ്? ബെസ്റ്റ് പ്ലെയർ പിടിക്കുക, ബെസ്റ്റ് മിഡ് പിടിക്കുക, ബെസ്റ്റ് ഡിഫൻസ് പിടിക്കുക. ഓക്കെ. ഫസ്റ്റ് ആരെന്ന് തുടങ്ങണം? എന്തോന്നാ ലെജൻഡിനെ പറയട്ടെ. പ്രീമിയർ ലീഗ് ഈ സീസണിലെ ബെസ്റ്റ് 11, ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ടീം. ഓക്കെ. ഫസ്റ്റ് ഞാൻ ചോദിക്കാം, ബെസ്റ്റ് 11 തന്നെ. ഗോൾ കീപ്പർ ആരംഭിക്കും? ഡേവിഡ് റായ. റൈറ്റ് ബാക്ക് ലിവർമെൻഡോ. 2 CB. വാൻഡൈക്ക്, സലീബ. LB. മാർക്ക് കുക്രുവല. 3 CDM ഡിക്ലാൻ റൈസ്, CM മോർഗൻ ഗിബ്സ് വൈറ്റ്, പിന്നെ റോജേഴ്സ്. ബ്രൂണോ ഇല്ല. ബ്രൂണോല്ല. റൈറ്റ് വിങ് സല. ഇസാക്ക്. ആന്റണി ഇലാങ്ക. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസൺ? സല. ബെസ്റ്റ് ടീം? ബെസ്റ്റ് ടീം ഓഫ് സീസൺ ലിവർപൂൾ. നിന്റെ പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ? മാറ്റ് സെൽസ്. റൈറ്റ് ബാക്ക് അർണോൾഡ്. CB. സലീബ, വാൻഡൈക്ക്. LB. ഗാർഡിയോൾ. ഗാർഡിയോൾ. ആ. 3 മിഡ്. 3 മിഡ് ഡെക്ലാൻ റൈസ്, മാക്കലിസ്റ്റർ, കോൾ പാമർ. റൈറ്റിംഗ് സല. റൈറ്റിംഗ് സല. CF. ഐസാക്ക്. ലെഫ്റ്റ് വിങ് മത്യൂസ് കൂന. പ്ലെയർ ഓഫ് ദ സീസൺ? പ്ലെയർ ഓഫ് ദ സീസൺ സൽമാനല്ലേ അതിൽ നിനക്ക് ഇഷ്ടം? ഇല്ല, സലേനെ ഡിസർവിങ്. സലക്കിലൂടെ ബെസ്റ്റ് ടീം? ബെസ്റ്റ് ടീം ലിവർപൂൾ. ഓക്കെ. വേറെന്താ ചോദിക്കണ്ട? വേറെ എന്താ ചോദിക്കാനുള്ള? സിറ്റിനെ ഫോപ്പിനെ കുറിച്ച് വല്ലതും പറയാം. എനിക്കതെല്ലാം പറയണ്ട സിറ്റിന്റെ പോപ്പിനെ കുറിച്ച്. പോപ്പ് എന്താ തേർഡ് പൊസിഷനാണ്, പക്ഷെ ഫ്ലോസറിൽ കപ്പില്ലാണ്ട്. പക്ഷെ അവര് നെക്സ്റ്റ് സീസൺ മുങ്ങി വരും, എങ്ങനെ നോക്കിയാലും മുങ്ങി വരും. സിറ്റിന്റെ ഫ്ലോപ്പ് ഇന്ന സീസൺ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും പറയണത് റോഡ്രി ഇല്ല എന്നുള്ളൊരു കുറവാണ്. പക്ഷെ അതൊരു കുറവാണ്, വലിയ കുറവാണ്. പ്രത്യേകിച്ച് അതിലുപരി എന്റെ പേഴ്സണൽ ഒരു ഡൗട്ട് ചോദിക്കുന്നല്ല, ഗാർഡിയനെ പോയി ഇത്രയും വലിയ കോച്ചിന് ഒരു പ്ലെയറിന്റെ ഒരു മികവ് മാറ്റാൻ സാധിക്കില്ലേ? അതാ ഞാൻ പറഞ്ഞത്. റോഡ്രി എന്ന് പറഞ്ഞ ആങ്കർമാൻ പൊസിഷനിൽ നിന്ന് കളിക്കുന്നത്. ഇപ്പോ ഒരു സംഭവമുണ്ട്, ഗോർഡിയോളയുടെ ഏത് ടീം നീ എടുത്തോ, ഇവൻ പറഞ്ഞ എപ്പോഴും ഒരു ആങ്കർമാൻ ഗോർഡിയോളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാഴ്സ എടുത്തു കഴിഞ്ഞാൽ ബുസ്കറ്റ്സ്, ഫൈൻ എടുത്തു കഴിഞ്ഞാൽ കിമിച്ച്, സിറ്റി എടുത്തു കഴിഞ്ഞാൽ റോഡ്രി. ബാഴ്സ എടുത്താൽ ഒരു പരിചയം റീപ്ലേസ് ചെയ്യാൻ പറ്റും. ബുണ്ടസ്ലീഗ് എടുത്തു കഴിഞ്ഞാൽ ബയൺ എടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ്. പക്ഷെ പ്രീമിയർ ലീഗിൽ റോഡ്രിയുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസും ആ ഒരു ടാക്ടിക്കൽ വിഷനുള്ള ഒരു പ്ലെയറിനെ കോസിച്ച് ഒരു പരിധി വരെ കൂപ്പപ്പ് ചെയ്ത് പക്ഷെ നടക്കാനുള്ള. പക്ഷേ ഞാൻ വിലയിരുത്തണമെന്ന് പറഞ്ഞാൽ റോഡ്രിയുടെ കുറവ് മാത്രമല്ല, മിഡിൽ നിന്ന് പഴയതുപോലെ അറ്റാക്ക് വന്നില്ല സിറ്റിക്ക്. ബെർണാഡോ സിൽവ ആയിക്കോട്ടെ, കെവിൻ ഡി ബ്രൂയ്ന ആയിക്കോട്ടെ, ഫോഡൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഫോം ഔട്ടാണ്.
ഹാളനാണെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ട് പോയി, മർമോഷ് വന്നിട്ട് ഒന്ന് സെറ്റ് ആവാൻ ടൈം എടുത്ത്, ഗ്രേലിഷ് ഔട്ട് ഓഫ് ഫോമ, സബീന ഔട്ട് ഓഫ് ഫോമ, ഡോക്കു ആണെങ്കിലും പ്ലെയേഴ്സ് ആരും കളിച്ചില്ല. അതാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് ഗോർഡിയോളയുടെ ടാക്ടിക്കൽ മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി മാക്സിമം ആക്കിയെടുത്തിട്ടുണ്ട്. ഡിബ്രോയിന് നപ്പോളിയിലേക്കുള്ള ഒരു റൂമർ കേട്ടായിരുന്നു. ലിവർപൂളിലേക്കുള്ള റൂമറും ഉണ്ട്. ലിവർപൂളിലൊക്കെ ഉണ്ട്, പക്ഷെ ഇത്തോടും കൂടിയ റൂമർ നപ്പോളിയിലേക്ക് പോകുന്നതാണ്. മറ്റേ ട്രെയിനറാവോ ചതിയനാവോ? ഹേറ്റഡ് ഇല്ലാത്ത പ്ലെയർ അല്ലേ ഡിബ്രോയിൻ. ഡിബ്രോയിന് പോയ എനിക്ക് യുണൈറ്റഡിൽ പോയി ചിലപ്പോൾ എന്തെങ്കിലും ഹേറ്റ് ഉണ്ട്. ആ ഒരു ഇതേ വരുള്ളൂ. നെപ്പോളിയോടൊന്നും പോകുന്ന എനിക്ക് തോന്നണില്ല ഡിബ്രോയിൻ്റെ ഒരു സ്റ്റാച്ചർ വെച്ച്. കാരണം ആന്റോണിയോ കോണ്ടെ അത് നമുക്ക് പിന്നെ പറയാം. അതായത് പ്രീമിയർ ലീഗ് ആയിട്ട് കളിക്കാൻ നിൽക്കണ്ട. പ്രീമിയർ ലീഗ് അത്യാവശ്യം കവർ ആയിട്ടില്ല എന്തിനും ചോദിക്കാറില്ലേ? ഇല്ല, ഓൾമോസ്റ്റ് ഡൺ ആണ്. പ്രീമിയർ ലീഗിന് ഈ സീസൺ വൈരപ്പേളം അടുത്ത സീസണിലുള്ള പുതിയ ടാക്ടിക്സ് ആർക്ക് അപ്പോഴും പുതിയ ട്രാൻസ്ഫർ റൂമേഴ്സ്, പുതിയ ട്രാൻസ്ഫേഴ്സ്, അല്ലാണ്ട് ഇടയിലും വരും പുതിയ പ്രഡിക്ഷൻസ്. ഇപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.